അവൻ മനസ്സിലാക്കുക ചൈനയെ ഇന്ത്യക്ക് പേടിയാണ്. ചൈന അതിനുവേണ്ടിയാണ് ചെയ്തത്. ഈ ഫാൽഗാമും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ ചൈനയാണ് ചെയ്തത്. കാരണം ചൈന ഇന്ത്യ വിരട്ടി അങ്ങ് നിർത്തി. ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് കിട്ടിയേ മതിയാവത്തുള്ളൂ. അതിന് ചെയ്ത പരിപാടിയാണ് ഗാൽവൻ എന്ന് പറയുന്നത്. അതിനുശേഷം ചെയ്തതാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനെ പ്രോക്സി ആയിട്ട് ചെയ്തത്. കാരണം ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് വേണം. ഇന്ത്യയിലെ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് ഈ പറയുന്ന പച്ചക്കള്ളവ 100%. നിങ്ങൾ നോക്കുക, പ്രോഡക്റ്റ് 117 ബില്യന്റെ ഡെഫിസിറ്റ്. അതും കഴിഞ്ഞ പ്രാവശ്യം നിർമ്മല സീതാരാമൻ നടത്തിയ ബജറ്റിന്റെ പ്രസംഗത്തിനകത്ത് അത് നേരത്തെ ചൈനയുടെ പല സാധനങ്ങൾ 500ഓളം ഐറ്റംസിന് അത് 10% ടാരിഫാക്കി അങ്ങ് കൊടുത്തു. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് മോദി ഗവൺമെന്റും ചൈനീസ് ഗവൺമെന്റുമായിട്ടുള്ള ധാരണയുണ്ടായി ചൈന SCO മീറ്റിങ്ങിൽ. അതിനകത്ത് ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യൻ കോൺട്രാക്ടിങ്, റെയിൽവേയുടെ ആണെങ്കിലും നാഷണൽ ഹൈവേയുടെ ആണെങ്കിലും അണക്കെട്ടിന്റെ കോൺട്രാക്റ്റിൽ പങ്കെടുക്കാം. 2000 ഗാൽവന് ശേഷം പറഞ്ഞു വിട്ട സംഭവങ്ങളെല്ലാം 100% ശക്തമായിട്ട് തിരിച്ചു വരുന്നു. കാരണം എന്താ? കൃത്യമായിട്ട് പറയാം, മോദി ഗവൺമെന്റിന്, ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിനും ചൈനയെ ഭയങ്കര പേടിയാണ്. ചെറിയ പേടിയല്ല, വലിയ പേടിയാണ്. കാരണം ഹ്യൂജ് ബോർഡറാണ് ചൈനയുടെ. അതേപോലെ മറ്റൊരു ഹ്യൂജ് ബോർഡറാണ് പാകിസ്ഥാന്റെ, മറ്റൊരു ഹ്യൂജ് ബോർഡറാണ് ബംഗ്ലാദേശിന്റെ. കാരണം ഇന്ത്യക്ക് പേടിയാണ്. എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ ചൈന ഇന്ത്യ കയറി അടിക്കുമെന്നറിയാം. ചെറിയ അടിയല്ല, നല്ല അടി ടെസ്റ്റ് എക്സ്പെരിമെന്റ് നടത്തും. അത് ഇന്ത്യക്ക് നഷ്ടപ്പെടുമെന്നുള്ളത് അറിയാവുന്നത് കൊണ്ടാണ് ഈ ചൈന പിടിച്ച സ്ഥലങ്ങളുണ്ട് 1962 വാറിൽ. അതിനെപ്പറ്റി പല ആവർത്തി അത് നെഹ്റുവിൻ്റെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നമാണെന്ന് പറയുന്നു എന്നല്ലാതെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതെങ്ങനെ തിരിച്ചു പിടിക്കണം അതിനെപ്പറ്റി പറയുന്നില്ല. ഈ തമിഴ്നാട്ടിൽ, അവിടെ ചെന്നൈക്കടുത്ത്, തമിഴ്നാടിനടുത്ത് ഒരു ചെറിയൊരു ദ്വീപ്, അത് ശ്രീലങ്കയുടെ ആണെന്നും പറഞ്ഞ് മോദി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കോഴിക്കോട് ഇലക്ഷനിൽ. അന്ന് ഇത്രയോ സ്ക്വയർ കിലോമീറ്റർ ചൈനയുടെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. എന്തോ അതിനെപ്പറ്റി മിണ്ടാത്ത, അതൊക്കെ പൂർണ്ണമായിട്ടും കളഞ്ഞു. അതായത് ഇപ്പൊ ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ടായേ മതിയാവത്തുള്ളൂ.